ഫസ്റ്റ് തന്നെ 5 കോളംസ് ആക്കുക. ഹെഡിങ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2020 and 21. പിന്നെ പർട്ടിക്കുലേഴ്സിൽ തന്നിട്ടുള്ള ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പിന്നെ 2020 അമൗണ്ട് ആണ് ആദ്യം കാണിക്കേണ്ടത്. സെക്കൻഡ് കോളത്തിൽ ഇവിടെ ലാക്സിലാണ് അമൗണ്ട് തന്നിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ കാണിക്കണം. പിന്നെ 2021 അമൗണ്ട് നേരിട്ട് എഴുതുക. പിന്നെ അടുത്ത കോളത്തിൽ അമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇവിടെ ഫസ്റ്റ് നോക്കാം. നെറ്റ് സെയിൽസ് 2020 350 ആണ്, 2021 420. അപ്പോൾ അവിടെ അമൗണ്ട് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അടുത്ത കോളത്തിൽ 70 രൂപ കൂടുകയാണ് ചെയ്തത്, അപ്പോൾ +70. പെർസെൻറ്റേജ് കാണാൻ ചേഞ്ച് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ അമൗണ്ട് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 20% ആണ് അവിടെ ഇൻക്രീസ് വന്നിട്ടുള്ളത്. അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2 വർഷത്തെ അമൗണ്ട് തമ്മിലുള്ള വ്യത്യാസം കാണുക, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ +60, 60 രൂപയാണ് കൂടിയത്, 240 300 ആയി. പിന്നെ 25% അവിടെ ഇൻക്രീസ് വന്നത്. ഇനി കാണാൻ എന്ത് ചെയ്യുക, നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള വ്യത്യാസം. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ 2 വർഷത്തെയും ഓരോ വർഷത്തെ നെറ്റ് സെയിൽസിൽ നിന്ന് ആ വർഷത്തെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 2020 110 ആണ്, 2021 120 ആണ്. ഇപ്പോൾ അമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് കാണാൻ 2 വർഷത്തെയും ഗ്രോസ് പ്രോഫിറ്റ് തമ്മിലുള്ള വ്യത്യാസം കാണാം. ഇവിടെ 10 രൂപ ഇൻക്രീസ് ആണ്, 110 120 ആയി ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം +10. അപ്പോൾ എത്ര ശതമാനമാണ് ഇൻക്രീസ് എന്ന് കാണിക്കുക,